ഞാനൊരു ഗെയിമിങ്ങിന്റെ പ്രൊമോഷൻ ചെയ്ത് പറഞ്ഞിട്ട് കുറെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഉണ്ട്. ഞാൻ ഫേക്കാണ് പറഞ്ഞിട്ട് ഗൈസ് എനിക്കത് ഫേക്കാണ് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആ ഒരു പ്രൊമോഷൻ എടുത്തത് തന്നെ ഞാൻ അതിന്ന് കളിച്ച് എനിക്കതിന്ന് പൈസ കിട്ടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാനത് പ്രൊമോഷനായിട്ട് ചെയ്ത് തുടങ്ങിയത്. എനിക്കിപ്പോഴും പൈസ കിട്ടുന്നുണ്ട്, അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഒരുപാട് ആൾക്കാർ ഞാൻ പിന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞാൻ മാത്രമല്ല അതിന്റെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. മല്ലു ഫാമിലിയിലെ സുജിനും സഹോദരി കുഞ്ചൂസും ചേർന്ന് നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ 2 ദിവസം മുന്നേ സംസാരിച്ചിരുന്നു അല്ലെ. എന്തായിരുന്നു സംഭവം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സുജിനും കുഞ്ചൂസും കൂടെ പൈസ വെച്ച് കളിക്കുന്ന ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾ അവരുടെ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്ത് വമ്പൻ ഫ്രോഡ് പരിപാടിയായിട്ടുള്ള ഇത്തരം ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ വിമർശിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഞാൻ മാത്രമല്ല വേറെ പലരും ഇത്തരം തട്ടിപ്പിനെതിരെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവൻ വെറുതെ ഈ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുക മാത്രമല്ല ചെയ്തത്, ഇവന്റെ വാക്ക് കേട്ട് ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയ എല്ലാവരെയും കൂടിയും കൂട്ടി ഇവനൊരു വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങ് തുടങ്ങി. ആ ഗ്രൂപ്പിൽ കയറി എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എന്നൊക്കെ ഇവന് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. ചങ്ങായി കൊടുക്കത്ത് ആത്മാർത്ഥത ഇഷ്ടം. സാധാരണ ആരെങ്കിലും എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യാമെന്ന് ചോദിച്ചു വന്നു കഴിഞ്ഞാണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു വീഡിയോയിലൂടെ അങ്ങ് പ്രൊമോട്ട് ചെയ്ത് വിടും, അതോടെ അങ്ങ് തീർന്നു. പക്ഷെ സുജിനേട്ടായിക്ക് കായ നല്ലോണം തടഞ്ഞിക്കണമെന്ന് തോന്നുന്നു. ഇവൻ ഇതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടിയേക്കുവാണ്. ഫോളോവേഴ്സിനെ കൊണ്ട് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുന്നു, കളിക്കുന്നു, അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നു. ഇവന്റെ ഈ ആത്മാർത്ഥത കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഇതുവരെ തറവാടിന് ഉണ്ടാക്കിപ്പിച്ച ഗെയിമാണെന്നാ തോന്നി പോവാ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഭൂലോക ഉടായ്പാണെന്ന് മനസ്സിലായി. ഈ ആപ്പ് ഉണ്ടാക്കിയവന്മാരെല്ലാം ഒരു ദിവസം ഇതെല്ലാം പൂട്ടിക്കെട്ടി കളിക്കുന്നവന്മാരുടെ പൈസയും അടിച്ചു മാറ്റി പോകുമെന്നുള്ളത് ഉറപ്പാണ്. ചരിത്രം അങ്ങനെയാണ്. ഈ തട്ടിപ്പുകാർക്ക് ഒരു കോമൺ സ്ട്രാറ്റജി ഉണ്ട്. അതായത് തുടക്കത്തിലേക്ക് കുറച്ച് പൈസ റിട്ടേൺ തന്ന് ഒന്ന് നമ്മൾ സൂചിപ്പിക്കും. അപ്പൊ നമുക്ക് കുറച്ച് അത്യാഗ്രഹമൊക്കെ വരാൻ തുടങ്ങും. നമ്മൾ വലിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതോടെ വരെ എന്താക്കും, ആപ്പും പൂട്ടിക്കെട്ടി നമ്മുടെ പൈസയും അടിച്ചു മാറ്റി അങ്ങ് മുങ്ങും. ഇതെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെതിരെ വീഡിയോ ചെയ്തത്. പക്ഷെ നമ്മുടെ സുജിനേട്ടായിക്ക് തീരെ അങ്ങ് പിടിച്ചില്ല. ഇവനെതിരെ വീഡിയോ ചെയ്തവരെല്ലാം മുട്ടൻ തെറി വിളിച്ചുകൊണ്ട് ഇവന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇവനൊരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. ഞാൻ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഞാൻ ഇതിലിടുന്ന വോയിസുകളും ഇതിലുള്ള ഒരുപാട് വോയിസ് ഇട്ടിട്ടുണ്ട്. ആ വോയിസുകളെല്ലാം ഞാൻ ഒട്ടുമൊക്കെ വോയിസുകൾ ഞാൻ പറയുന്നുണ്ട്. സ്വന്തം റിസ്കിൽ കളിക്കുക. എൻ്റെ ഇഷ്ടംപോലെ പൈസ പോയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളും പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ വീഡിയോസിലൊക്കെ എൻ്റെ നിന്ന് പൈസ പോണതും എനിക്ക് കിട്ടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൽ വീഡിയോ ആയിട്ട് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ മറ്റേ എൻ്റെ വോയിസ് എടുത്തിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചില മൈരന്മാർ ഇത് കയറിയിരിക്കുന്നുണ്ട്. അവിടുത്തെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയില്ല. മക്കളെ ഞങ്ങൾ പോയിട്ട് ഈ വീഡിയോസ് എടുത്തിട്ട് വീഡിയോ ഇടും. അതുപോലെ തന്നെ മല്ലു ഫാമിലി സുജിൻ അവൻ വാട്സപ്പ് ചാനൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് തമ്പലേനൊക്കെ ഇട്ട് വീഡിയോ ചെയ്യും. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നുണ്ട് ചില ആൾക്കാർ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ഇതിന്ന് വീഡിയോസ് പോയി ഇതാക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട്. അവരുടെ അടുത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവർ പോയി കണ്ടന്റ് ആക്കട്ടെ ഗൈസ്. എന്തായാലും അവർക്കും അവർ എന്നെ വെച്ചിട്ടെങ്കിലും 1 മാസത്തെ അരി അവർ വാങ്ങട്ടെ അല്ലേ ഗൈസ്. അപ്പോൾ എന്തായാലും ഓക്കെ, നടക്കട്ടെ. സൂക്ഷിച്ച് കളിക്കുക. സ്വന്തം റിസ്കിൽ നിങ്ങളുടെ പൈസേന്. ഓക്കെ. അയ്യ എന്റെ മോനെ, നിന്നെ പിടിച്ച് കണ്ടന്റ് ആക്കിയിട്ട് അരി വാങ്ങേണ്ട ഗതികേടൊന്നും തൽക്കാലം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് അത് വിട്. ഇനി ഉടായ്പ കാണിച്ചിട്ട് അവസാനം അതിനെതിരെ സംസാരിച്ച് നമുക്കായി കുറ്റം. നീ എന്താ പറഞ്ഞത്? നിന്റെ വോയിസ് കേട്ട് അതെടുത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി ചില ഡാഷുകൾ നിന്റെ ഗ്രൂപ്പിൽ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലേ. നമുക്ക് വേറെ പണിയുണ്ട് മോനെ. നിന്റെ തീട്ട വോയിസ് കേൾക്കാൻ വേണ്ടി നിന്റെ ഗ്രൂപ്പിൽ കയറി അവിടെ ഇരിക്കലല്ല നമ്മുടെ പരിപാടി. നിന്റെ പ്രൊമോഷൻ കണ്ട് ഗെയിം കളിച്ച് പൈസ പോയ ആൾക്കാരാണ് ഞങ്ങൾക്കൊക്കെ വോയിസ് അയച്ചു തന്നത്. മനസ്സിലായോ? എന്തായാലും ഇവന്റെ ഒരു വോയിസും കൂടി നമുക്കൊന്ന് കേട്ടോക്കാം. ഈ ഒരു ഗെയിമിനെ പറ്റി കുറേ ആൾക്കാർ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ട് ഞാനും കണ്ടു ഗൈസ്. ഞാനിത് അന്നേരം രാത്രി ഇരുന്ന് കണ്ട് പറഞ്ഞു വിചാരിച്ചു. പിന്നെ എൻ്റെ ഇന്ന് രാത്രി പടത്തിനൊക്കെ പോകുന്ന കുറച്ച് സ്വീപ്പായി പോയി. ഇതിലെല്ലാവരും ഞാൻ എല്ലാ വോയിസിലും ഞാനിടുന്ന എല്ലാ വോയിസുകളും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വന്തം പൈസയാണ് ഓൺ റിസ്കിൽ കളിക്കുക എന്ന് ഞാൻ എല്ലാ വോയിസിലും ഞാൻ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊമോഷന് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ മാത്രമല്ല ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിൽ ഞാൻ മാത്രമല്ല ചെയ്യുന്നത്, ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ മാത്രം വെച്ചിട്ട് എന്തിനാ ആളുകൾ വീഡിയോ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ, അതെന്തിനാ ഇന്നെ മാത്രം വെച്ച് ചെയ്യണമെന്ന്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ ഒരു സംഗതി ഞാൻ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബെറ്റിംഗ് ഗെയിമിൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതെന്ന് എനിക്ക് പേയ്മെൻറ്റ് കളിച്ച് എനിക്ക് കിട്ടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിനെ പറ്റിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇതിന് പേയ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഇപ്പം ഇതിൽ തന്നെ ഞാൻ 2-3-4 വീഡിയോസും വോയിസും സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഫേക്കാണ്. അത് പിന്നെ കുറ്റം നിങ്ങൾക്ക് അറിയില്ല ഗൈസ്, കുറ്റം പറയാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരിക്കാം. ഒരു കുറ്റം പറയട്ടെ, നമുക്ക് വിഷയമല്ല ഒന്നും. അപ്പോൾ എന്തായാലും കളിക്കുന്ന ആൾക്കാരത് ഞാൻ വീണ്ടും പറയുന്നത്, സൂക്ഷിച്ച് കളിക്കുക. നിങ്ങളുടെ സ്വന്തം പൈസയാണ്. എന്തെങ്കിലും പോയാലും കിട്ടിയാലും അതൊക്കെ നിങ്ങൾക്ക് ഉള്ളത് തന്നെയാണ്. അപ്പോൾ സൂക്ഷിച്ച് കളിക്കുക. ഓക്കെ.
എന്തായാലും ഓക്കെ, സൂക്ഷിച്ച് കളിക്കുക. ഞാനൊരു പോളിംഗ് കേട്ടോ, ഇത് എന്തിനാ നിങ്ങൾ അഭിപ്രായത്തിൽ പറയും. ഓക്കെ, എന്തായാലും കുറ്റം പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, അവര് കുറ്റം പറഞ്ഞോട്ടെ എന്നൊക്കെ. ഇവരെന്തോ വലിയ സാമൂഹ്യ സേവനം ചെയ്ത് സംസാരിക്കുന്ന പോലുണ്ടല്ലോ, കുറ്റം പറയുന്നവർ പറയട്ടെ എന്നൊക്കെ. പിന്നെ ഇവൻ എല്ലായിടത്തും വന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഇഷ്ടംപോലെ ആളുകൾ ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും എന്റെ മെക്കിട്ട് മാത്രം കയറുന്നു എന്നുള്ളത്. ഇത് പണ്ട് തൊട്ടേ ഉള്ളവന്റെ ഒരു സ്ഥിരം സ്ട്രാറ്റജിയാണ്. ഇവരെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അപ്പൊ ഇവന് വിക്ടിം കാർഡ് ഇറക്കി കളയും. എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന, എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആളുകളുടെ സാധാപം പിടിച്ചു പറ്റാനുള്ള ഒരു നമ്പറാണ്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ് സുജിനെ. ഉടായ്പിന് കൈയും കാലും വെച്ച ആളാണ് നീ എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളത് നിന്റെ ഈ കരച്ചിലുണ്ടല്ലോ, അത് ഇവിടെ നടക്കൂല. പിന്നെ നിന്നെ മാത്രല്ല, ഇത്തരം ഉടായ്പ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് ആളുകളുടെ പൈസ പറ്റിക്കുന്ന എല്ലാവർക്കെതിരെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. ഈ അടുത്ത് നിക് വ്ലോഗ്സിന്റെ തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. അതുകൊണ്ട് നിന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള നിന്റെ ആ കരച്ചിലുണ്ടല്ലോ, അത് നിർത്തിയേക്കും മോനെ. ഇനിയെങ്കിലും നീ ഒന്ന് മാറ്റിപ്പിടി. കഴിഞ്ഞിട്ടില്ല മക്കളെ. എന്നെ വിമർശിച്ച്, എന്നെ കുറ്റം പറഞ്ഞ്, എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റയിലും വാട്സപ്പിലും സ്റ്റോറി ഇടലാണ് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് എന്റെ പരിപാടി. എന്തായാലും ഇത്ര ആയില്ലേ. ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് 1-2 സ്റ്റോറും കൂടി കണ്ടോക്കാം. എല്ലാരും പറഞ്ഞു ഞാനൊരു ഗെയിമിങ്ങിന്റെ പ്രൊമോഷൻ ചെയ്ത് പറഞ്ഞിട്ട് കുറെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഉണ്ട്, ഞാൻ ഫേക്കാണ് പറഞ്ഞിട്ട്. എനിക്കത് ഫേക്കാണ് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആ ഒരു പ്രൊമോഷൻ എടുത്തത് തന്നെ ഞാൻ അതിന്ന് കളിച്ച് എനിക്കതിന്ന് പൈസ കിട്ടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാനത് പ്രൊമോഷനായിട്ട് ചെയ്ത് തുടങ്ങിയത്. എനിക്കിപ്പോഴാണ് പൈസ കിട്ടുന്നുണ്ട്, അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഒരുപാട് ആൾക്കാർ, ഞാൻ പിന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞാൻ മാത്രമല്ല അതിന്റെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിന് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബീസോട്ടായിരിക്കാം, അതിനായിരിക്കണം, വേറെ ആരും ഞാൻ ഇവിടെ ചെയ്യുന്നില്ല, എന്നെ മാത്രമാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറെ ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടിയിരുന്നു, അതിന് ഒരുപാട് ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടിയെന്നുള്ള എന്റെ സ്ക്രീൻഷോട്ടുകളും വോയിസുകളും ഒക്കെ എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ട്. ചേട്ടാ പൈസ കിട്ടിയ പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ എങ്ങനെ അത് ഫേക്ക് ആവണത്? ഓരോ വീഡിയോസ് ഇട്ടിട്ട് ഓരോരുത്തർ വെറുതെ ഇരുന്ന് പറഞ്ഞ പോലെ ഗൈസ്, അത് കളിച്ച് നോക്കും. പിന്നെ അറിയില്ല, ഗെയിമിങ്ങിനെ പറ്റി പൊതുവെ എല്ലാവർക്കും നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എനിക്ക് എന്തായാലും പൈസ കിട്ടേണ്ട, ഒരുപാട് ആൾക്കാർക്ക് പൈസ കിട്ടുന്ന തെളിവും എന്റെ കയ്യിലുണ്ട്, സ്ക്രീൻഷോട്ടുകൾ എന്റെ കയ്യിൽ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ആളുകൾ വീഡിയോസ് ചെയ്യുന്ന പറഞ്ഞേ, ഇത് ചെയ്യട്ടെ, അവരുടെ ടൈമല്ല. എനിക്ക് ഇത്ര ചോദിക്കാത്ര തന്നെ ഉള്ളൂ, ഇത് ഞാൻ മാത്രമാണോ ഇന്ത്യയിലെ ലോകത്ത് ചെയ്യുന്നത്? ഞാൻ മാത്രമല്ല ബെറ്റിംഗ് ഗെയിം ചെയ്യുന്നത്, ഞാൻ മാത്രമാണ്. ഞാൻ ഓരോരുത്തരും പേരും കാര്യങ്ങളും എടുത്ത് പറഞ്ഞില്ല, ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നു? അതാണ് എനിക്കറിയാത്തത്. ഇഷ്ടംപോലെ ആൾക്കാർ, ഞാൻ യൂട്യൂബിൽ ഈ കുറെ ആൾക്കാർ വീഡിയോസ് അയച്ചെന്നിടണമെന്നോ. അപ്പൊ എന്തായാലും കേസ് പുതിയ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇത്ര പറയുള്ളൂ, സൂക്ഷിച്ച് കളിക്കുക, ഓൺ റിസ്ക്, സ്വന്തം പൈസേന്. ഓക്കെ, കിട്ടിയാലും നിങ്ങൾക്കാണ്, പോയാലും നിങ്ങളുടെയാണ്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ടാറ്റ ഗൈസ്, നാളെ നല്ല വീഡിയോ വരാം. അത് ശരി, ഒരുപാട് ആളുകൾക്ക് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്, അതിനെല്ലാം സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട്. എനിക്കും കുറെ പൈസ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഫേക്ക് ഒന്നല്ല കേട്ടോ. ഇതേ കാര്യം തന്നെയാണ് ഇവന് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഞാൻ പറഞ്ഞല്ലോ, ഈ ബെറ്റിംഗ് ആപ്പുകളുടെ പൊതുവുള്ള ഒരു സ്ട്രാറ്റജിയാണിത്. ഇവർ ഗെയിം ലോഞ്ച് ചെയ്ത ഉടനെ 1-2 മാസത്തേക്ക് ഇതേപോലെ ഇഷ്ടം പോലെ കാശുകൾ എല്ലാവർക്കും വാരിക്കോരി കൊടുക്കും. അങ്ങനെ കുറെ ആളുകൾ ഗെയിം കളിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ, അതായത് ഇവരുടെ ടാർഗറ്റ് എമൗണ്ട് അച്ചീവ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഇവർ ഈ ആപ്പുകളൊക്കെ പൂട്ടിക്കിട്ടി ഒരു പോക്ക് പോകും. അപ്പൊ ഇവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ ഗെയിം ഇറങ്ങി ഉടനെ തന്നെ കളിച്ചവർക്കൊക്കെ കുറച്ച് ക്യാഷ് കിട്ടും. അതുകൊണ്ട് തന്നെ ആപ്പ് പൂട്ടിയാലും അവർക്ക് കുറച്ചൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ അവരുടെ ഫുൾ എമൗണ്ട് അങ്ങ് നഷ്ടമാവും. കാലങ്ങളോളമായി ഈ ഒരു മാതൃകയിലാണ് ബെറ്റിംഗ് ആപ്പ് തട്ടിപ്പുകൾ നടക്കുന്നത്. പിന്നെ അത്യാഗ്രഹം മൂത്ത് ആധാരം വരെ പണയം വെച്ച് ഗെയിം കളിച്ച് പൈസ കളയുന്ന ആൾക്കാർ വേറെയും. അപ്പൊ ഈ സുജിത്ത് എന്ന് പറയുന്നവൻ ഇങ്ങനെ കുറെ വോയിസ് ആയിട്ടും ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒക്കെ ആയിട്ടും വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവൻ ഇതിനൊക്കെ ഇഷ്ടംപോലെ പൈസ ഈ ആപ്പുകാർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പുട്ടിന് തേങ്ങ ഇട്ട പോലെ ഇവന് പ്രൊമോഷൻ ആയിട്ട് വീണ്ടും വരുന്നത്. സോ ഇതൊക്കെ കണ്ട് പൈസ ഇടാൻ നിന്നാ പണി കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും. ലാസ്റ്റ് എല്ലാവരും പൈസ കൊണ്ട് കമ്പനി മുങ്ങുന്ന സമയത്ത് ഇവൻ ഇതേപോലെ സ്റ്റോറി ഇട്ടോണ്ട് വരും. ഞാൻ ആരെയും കളിക്കാൻ നിർബന്ധിച്ചിട്ടില്ലല്ലോ, റിസ്ക് ഉണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നിങ്ങളുടെ പൈസയാണ്, കിട്ടിയാൽ നിങ്ങൾക്കാണ്, പോയാൽ നിങ്ങൾക്കാണ് എന്നൊക്കെ ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇവന് കൈ കഴുകും. അതിന് വേണ്ടിയിട്ടാണ് ഇവൻ എല്ലാ വീഡിയോയുടെയും അവസാനം റിസ്ക് ഉണ്ട്, വേണേ കളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നത്. ഇത് ഉടായ്പാണെന്നും പൈസ പോകുമെന്നും ഇവന് തന്നെ അറിയാം. എല്ലാവരും അതൊക്കെ ഓർത്താൽ നന്നാവും. എന്തായാലും ഇത്രയും നേരം സുജിൻ ടാറ്റൻ അവതാരം കണ്ടല്ലോ, ഇനി കൂടുതൽ ഐറ്റം അവരാതും കൂടി ഉണ്ട്, അതും കൂടി കണ്ട് നിങ്ങൾ പോയാൽ മതി. മറ്റാരുമല്ല ഗൈസ്, നമ്മുടെ സ്വന്തം മൂക്ക് വണ്ടി സഞ്ജു ടെക്കി. സഞ്ജു ഇതേപോലെ ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ട് ചിരിച്ചു ചേർത്ത ഞാൻ ഉത്തരവാദിയാവൂല. എന്തായാലും ഇത്രയായില്ലേ, അതും കൂടെ കണ്ട് നമുക്ക് നിർത്താം. പിന്നെ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ള സുജിൻ ടാറ്റന്റെ ആ പരാതിയും കൂടി അങ്ങ് തീർത്തു കൊടുത്തേക്കാം. എന്തായാലും കണ്ടോക്കാം. അത് പിന്നെ ഒരു ഗെയിം കളിച്ചേടി, ആ ഗെയിം കളിച്ചാൽ എനിക്ക് പൈസ കാര്യങ്ങളൊക്കെ കിട്ടി, ഞാൻ ഒട്ടും ഓർത്തില്ല. അപ്പൊ എന്തായാലും പൈസ കിട്ടി, എന്നാ അതിനൊരു ഗിഫ്റ്റ് ആയി നിനക്ക് തരാൻ നിർത്തി എടി. അപ്പൊ ഞാൻ 1000 രൂപക്കാണ് ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം എത്ര പേരെ പോകുന്നു.
ഓക്കെ പറക്ക് 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 ദേ പ്ലെയിൻ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ദേ നല്ലപോലെ പ്ലെയിൻ പറക്കുന്നുണ്ട്. 1x കഴിഞ്ഞ് 2x കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ 2x കഴിഞ്ഞ് വീണ്ടും ഇപ്പൊ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3x കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ 4x കഴിഞ്ഞിരിക്കുകയാണ്. കമോൺ കമോൺ പറക്ക് പറക്ക് 5x കഴിഞ്ഞ് മതി. ഓ വിഡ്രോൾ കണ്ട 1000 മുടക്കി 5810 കിട്ടി. അപ്പൊ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ബയോലും എടുത്തിട്ടുണ്ട്. അപ്പൊ ലോട്ട് ഓഫ് മണി പിന്നെ കളിക്കുമ്പോൾ സൂക്ഷിച്ചു കണ്ടു കളിക്കണം. പൈസ പോയാൽ ഞാൻ ഉത്തരവാദില്ല. ലവ് യു ഗൈസ്, ടേക്ക് കെയർ. സഞ്ജു ഏട്ടയും നന്നി ചേച്ചി മെജാതി പെർഫോമൻസ് അല്ലേ? ആൾക്കാരെ പറ്റിക്കാൻ എന്താ ഒരു ശുഷ്കാന്തി. ഷടാ എന്നാലും റോക്കറ്റ് വിട്ടിട്ടൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇനി ആദ്യം ഇതൊക്കെ പറയണ്ട മോനെ. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. സകലവന്മാരും മുണ്ടും മുറുക്കി എടുത്തുകൊണ്ട് ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയേക്കുവാണ്. ഓൾറെഡി ഇഷ്ടംപോലെ പൈസ യൂട്യൂബ് വെച്ച് ഉണ്ടാക്കിയതല്ല മക്കളെ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഫോളോവേഴ്സിനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നത്? നിങ്ങൾക്ക് എത്രയും വരെ ഇൻഫ്ലുവൻസേഴ്സ് ആയത് ഈ ഫോളോവേഴ്സ് ഉണ്ടായത് കൊണ്ടും കൂടിയാണ്. ഇവരെങ്കിലും ഒന്നും പറ്റിക്കാതിരുന്നൂടെ? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.